നവരാത്രിയുടെ 7-ാം ദിനം കാലരാത്രി ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. ഒരിക്കൽ ശുംഭൻ, നിശുംഭൻ എന്ന അസുരന്മാർ ദേവലോകത്തെ ആക്രമിച്ചു. ഇതിൽ ഭയന്ന ദേവന്മാർ രക്ഷയ്ക്കായി പാർവതി ദേവിയെ സമീപിച്ചു. ദേവി ചണ്ഡി എന്ന ഭാവത്തിൽ അവതരിച്ചു. ശുംഭനിശുംഭന്മാർ ദേവിയോട് യുദ്ധം ചെയ്യാനായി തങ്ങളുടെ പ്രജകളായ പല അസുരന്മാരെയും ദേവിയുടെ പക്കലേക്ക് അയച്ചു. അവരിൽ പ്രമുഖരായിരുന്നു ചണ്ഡ, മുണ്ട എന്ന അസുരന്മാർ. ഇവരെ വധിച്ചതിലൂടെ ദേവി ചാമുണ്ഡേശ്വരി എന്ന് അറിയപ്പെട്ടു. അതിനുശേഷം രക്തബീജൻ എന്ന അസുരൻ വന്നു. ഈ അസുരന് ഒരു പ്രത്യേകതയുണ്ട്. ഈ അസുരൻ്റെ ഓരോ തുള്ളി രക്തവും നിലത്ത് പതിക്കുമ്പോൾ ഓരോ രക്തബീജന്മാർ ഉണ്ടാവുന്നു. രക്തബീജനെ വധിക്കാനായി ദേവി തൻ്റെ ഏറ്റവും ഭയാനകമായ രൂപം കൈക്കൊള്ളുന്നു, കാലരാത്രി അല്ലെങ്കിൽ കാളീഭാവം. അങ്ങനെ മഹാകാളിയായി രക്തബീജനെ വധിച്ച ശേഷം ഒരു തുള്ളി രക്തം പോലും താഴെ വീഴാതെ ദേവി പാനം ചെയ്യുന്നു. അതിനുശേഷം ശുംഭനിശുംഭന്മാരെ വധിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ലോകത്ത് വിനാശം വിതയ്ക്കുന്ന ദുഷ്ടശക്തികളെ നീക്കി പ്രകാശം പരത്തുന്ന ദേവിയുടെ ഭയാനകമായ കാലരാത്രി ഭാവത്തിലാണ് 7-ാം ദിവസം നാം ദേവിയെ ആരാധിക്കുന്നത്.